നിങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളടുത്ത് ഏതൊരാളടുത്തും ഫസ്റ്റ് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്, നിങ്ങൾ സർവീസ് ബേസ്ഡ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് അതോ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണോ? അതിൻ്റെ ഡിഫറൻസ് ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലേ. ഒരു സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് വെച്ചാൽ അതായത് നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണെന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി, ഒരു സോഫ്റ്റ്വെയറിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കുറേ പ്രൊഡക്ട്സുകൾ കാണും. ആസ് എ നെയിം സജസ്റ്റ് റൈറ്റ്, ലൈക്ക് നമുക്ക് ഈ നെയിമിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അവർക്ക് കുറേ സെറ്റ് ഓഫ് പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. അവർ ആ പ്രൊഡക്റ്റുകളാണ് വിൽക്കപ്പെടുന്നത് അല്ലേ, അതാണ് വിൽക്കുന്നത്. എക്സാമ്പിൾ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കാം. ഗൂഗിളിന് അവരുടേതായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളുണ്ട്. യൂട്യൂബ് അതിലൊന്നാണ്, അതുപോലെ ജിമെയിൽ അതിലൊന്നാണ്. അപ്പോൾ അവരവരുടെ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ്, ഇതിന് നമ്മൾ പൈസ കൊടുക്കണ്ട, പക്ഷേ പൈസ കൊടുക്കണമെന്ന് സങ്കല്പിച്ചു. അപ്പോൾ അവരവരുടെ പ്രൊഡക്റ്റുകളാണ് ഇങ്ങനെ ആളുകൾക്ക് സെല് ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സുകൾ അവർ ഡിസൈൻ ചെയ്ത് അവരുടെ എഞ്ചിനീയേഴ്സും അവരുടെ കുറേ ആളുകളും അത് എങ്ങനെയാണ് ആരൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്തടുത്ത സീരീസുകൾ നമുക്ക് നോക്കാം. പക്ഷേ അങ്ങനെ അവർ കുറച്ച് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നു, അതവർ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ആ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർ അത് വാങ്ങി ഉപയോഗിക്കുന്നു. ഇനി മറിച്ച് സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സർവീസ് ബേസ്ഡ് കമ്പനിയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടാവത്തില്ല. അവരെന്താണ് ചെയ്യുന്നത്? വേറെ ആളുകളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത സർവീസുകൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS അല്ലെങ്കിൽ വിപ്രോ എന്നീ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്? അവർക്കിപ്പോൾ ഒരു ബാങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബാങ്കുകളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇൻഫോസിസിൻ്റെ ഒരു ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബാങ്ക് അപ്പോൾ ഇൻഫോസിസിനെ കോൺടാക്ട് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, അതൊന്ന് ചെയ്തു തരണം. അപ്പോൾ ഇൻഫോസിസ് എന്താണ്, അല്ലെങ്കിൽ ഇൻഫോസിസ് വിപ്രോ പോലുള്ള സർവീസ് ബേസ്ഡ് കമ്പനീസ് എന്താണ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് അവർക്ക് വേണ്ട സർവീസുകൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് സർവീസ് ബേസ്ഡ് കമ്പനി ചെയ്യുന്നത്. മറിച്ച് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണ് ചെയ്യുന്നത്? അവരൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, അവരുടെ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു, അത് സെൽ ചെയ്യുന്നു, അത് ആവശ്യമുള്ള യൂസേഴ്സ് വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. സർവീസ് ബേസ്ഡ് കമ്പനികൾ ഒരു സർവീസ്, നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്പനികളല്ല, അല്ല ഒരു വെബ്സൈറ്റ് ഡിസൈൻ കമ്പനി എന്താണ്? സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. അതായത് നമ്മുടെ വേറെ കമ്പനീസ്, ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് എന്താണ്? മൈക്രോസോഫ്റ്റ് എന്താണ് ചെയ്യുന്നത്? വിൻഡോസ് ഉണ്ടാക്കി വിൽക്കുന്നു അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി വിൽക്കുന്നു. അവരൊരു പ്രൊഡക്റ്റ് കമ്പനിയാണ് ചെയ്യുന്നത്. അതുപോലെ എന്തെടുത്തു കഴിഞ്ഞാലും, ഏതൊരു IT കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് പ്രൊഡക്റ്റായിട്ടും സർവീസ് ബേസ്ഡ് കമ്പനിയായിട്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി ഇവ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്.